ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ വീട്ടിലേക്ക് കൊണ്ടുവരും ബോഡി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ആ കുടുംബം അതിന് തയ്യാറാകുന്നില്ല. അവർ മഹാസമാധി നടത്തും എന്നാണ് പറയുന്നത്. അതായത് ഈ സമാധിയിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ പോലീസുമൊക്കെ തൊട്ടതുകൊണ്ട് അത് കളങ്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിനി മഹാസമാധി നടത്തും എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇളയ മകനും അമ്മയും ഈ വീട്ടിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. മൂത്ത മകനാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴും ഈ മരണത്തിലെ ദുരൂഹത ഒഴിയുന്നില്ല എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശരീരത്തിൽ മുറിവുകളോ മറ്റ് ചതവുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള മുറിവുകളൊന്നും തന്നെ ഇല്ല. പക്ഷേ മരണകാരണം എന്താണെന്ന് കൃത്യമായി വ്യക്തമാക്കണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ മരണകാരണം എന്താണ് എന്നത് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് എന്തെങ്കിലും വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടിയാണോ അദ്ദേഹം മരിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിവരം കൈമാറാൻ കഴിയണമെങ്കിൽ ഈ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുള്ള ആന്തരിക അവയവങ്ങളുടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ശരിക്കും ഈ മരണത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ. മഹാസമാധി നടത്തും എന്ന് തന്നെയാണ് ഈ കുടുംബം പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തുമെന്ന് പറയുന്നു. ഇത് മാത്രമല്ല, കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ പൊതുസമൂഹം ഞങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് അച്ഛൻ്റെ ആഗ്രഹം ഈ സമൂഹം നിഷേധിച്ചു. അച്ഛനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പുണ്യമായ സമാധിയെ സമൂഹം അപമാനിച്ചു. അത്തരത്തിലുള്ള വാക്കുകളാണ് ആ കുടുംബം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹം മാപ്പ് പറയണം, മാപ്പ് പറഞ്ഞേ മതിയാകൂ, ഞങ്ങളെ അങ്ങേയറ്റം ഈ സമൂഹം വേദനിപ്പിച്ചു എന്ന തരത്തിലേക്കൊക്കെ വൈകാരികമായി തന്നെ ആ കുടുംബം സംസാരിക്കുകയാണ്. മഹാസമാധി നടത്തും എന്ന് പറയുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. ഈ മഹാസമാധി നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, പൂജാതി കർമ്മങ്ങളൊക്കെ വേണമെന്ന് തന്നെ പറയുന്നു. കഴിഞ്ഞ ദിവസവും രാത്രിയിൽ ഇവിടെ ഒരു പൂജ നടന്നിരുന്നു എന്ന് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അത് സമാധിക്ക് വേണ്ടിയുള്ള പൂജകളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മകൻ മാധ്യമങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ തടസ്സപ്പെടുത്താതെ ഞങ്ങൾക്ക് 41 ദിവസത്തെ പൂജ നടത്തണമെന്നായിരുന്നു. മഹാസമാധി അത് ദൈവത്തിൽ ചേരണമെങ്കിൽ, ഈ സമാധി ദൈവത്തിൽ ചേരണമെങ്കിൽ അതിന് പ്രത്യേക ചില പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ വാർത്തകളും കേസും പൊല്ലാപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈ പൂജകൾ നടത്താൻ കഴിയാതെ വരികയാണ്. അച്ഛൻ്റെ ആത്മാവ് ഇപ്പോഴും കൈലാസത്തിന് മുകളിൽ നിൽക്കുകയാണ്, ദൈവത്തിലേക്ക് ലയിച്ചിട്ടില്ല. അത്തരത്തിലുള്ള വിചിത്രമായ വാദങ്ങളൊക്കെ തന്നെ ഇവർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇവർ ഇപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ്റെ സമാധി നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുന്നു, എത്ര പേരാണ് ആ മൃതശരീരത്തിൽ തൊട്ടത്, അത് വെട്ടിക്കീറിയില്ലേ തുടങ്ങിയ രീതിയിലുള്ള വൈകാരികമായ ചില പ്രസ്താവനകൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഇത് മഹാസമാധിയാക്കാനാണ് പോകുന്നത്. അപ്പോഴും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. പക്ഷേ ഇവർ മഹാസമാധിയാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അച്ഛൻ്റെ ആഗ്രഹമാണ് സമാധി എന്നൊക്കെ പറയുമ്പോൾ തന്നെയും അതായത് നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തത് എന്ന് നമുക്ക് വീണ്ടും എടുത്തു പറയേണ്ടി വരികയാണ്. പ്രത്യേകിച്ച് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണം അത് ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ഡോക്ടറെത്തി അല്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കണം, മരണ സർട്ടിഫിക്കറ്റ് വേണം. അത്തരത്തിൽ നമ്മുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ ജനന മരണം എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഈ മക്കൾ ആരും അറിയാതെ ഇതൊരു സമാധിയാക്കുന്നു, എന്നിട്ടൊരു ചിത്രം കൊണ്ട് പതിപ്പിച്ചിട്ട് അച്ഛൻ സമാധിയായി എന്ന് പറയുന്നു. അപ്പോൾ അതിനോടാണ് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തത്. അല്ലാതെ അവരുടെ വിശ്വാസത്തെയോ ഒന്നും തന്നെ വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല. ഇതൊക്കെ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സമാധി പൊളിക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടതും ഹൈക്കോടതി പോലും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. അല്ലാതെ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി അല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് ആ കുടുംബം ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾക്ക് അച്ഛനെ സമാധിയിൽ ഇരുത്തണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ ആ ഗോപൻ സ്വാമിയുടെ ആഗ്രഹം സമാധി ആകണമെന്ന് തന്നെ ആയിരുന്നുവെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതായത് അദ്ദേഹം മരിച്ചു എന്ന് നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടെ അത് സ്ഥിരീകരിക്കണമായിരുന്നു. പിന്നീട് അത് രജിസ്റ്റർ ചെയ്യണമായിരുന്നു, അച്ഛൻ മരണപ്പെട്ടു എന്നുള്ളത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ദുരൂഹമായി നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നത്. ഇത് സമൂഹ
സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൃത്യമായ ഇടപെടൽ ഭരണകൂടം നടത്തിയത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു വിഷയം, ഈ ഗോപൻ സ്വാമിയുടെ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലവും കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഗോപൻ സ്വാമിയുടെ മുത്തശ്ശൻ, അദ്ദേഹവും ഇതുപോലെ സമാധിയായതാണ് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് പറയുന്നത്. അതിന് ശേഷമാണ്, അതായത് മുത്തച്ഛൻ സന്യാസിയായിരുന്നു, അദ്ദേഹം സമാധിയാകുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടയാളാണ് ഈ ഗോപൻ സ്വാമിയെന്നും അങ്ങനെയാണ് ചെറുപ്പം മുതൽ തന്നെ തനിക്ക് ഒരു സ്വാമിയാകണം, ഒരു സന്യാസിയാകണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നുവെന്നും. എന്നാൽ ചിലർ ചോദിക്കുന്നുണ്ട്, സന്യാസി ആകണമെന്ന് ചെറുപ്പം മുതൽ ആഗ്രഹമുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ കല്യാണം കഴിക്കുന്നു, മക്കൾ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചില കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. അതിനുശേഷം അദ്ദേഹം ചുമട്ട് തൊഴിലാളിയായിരുന്നു എന്ന് പറയുന്നു, BMS അംഗമായിരുന്നു, പെൻഷനൊക്കെ കിട്ടുന്ന ആളായിരുന്നു. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശവാസികൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഉള്ളിൽ സന്യാസം സ്വീകരിക്കണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പല നീക്കങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ അങ്ങനെ ഇവർ ഇറച്ചിയോ മാംസാഹാരങ്ങളൊന്നും കഴിക്കുന്നവരായിരുന്നില്ല, മീൻ വാങ്ങാറുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പൂജയും കർമ്മങ്ങളും ഒക്കെയായി തന്നെ കഴിയുന്ന ഒരു കുടുംബമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മുത്തച്ഛൻ സമാധിയായത് കണ്ടിട്ട് അദ്ദേഹത്തിനും സമാധിയാകണം, അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് സമാധിയാകണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നു എന്നൊക്കെ ആൾക്കാർ വെളിപ്പെടുത്തുന്നുണ്ട്. ചില സുഹൃത്തുക്കളോടും അത്തരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആ സമാധി പൊളിക്കേണ്ടി വന്നിരിക്കുന്നു. എന്തായാലും ആ സമാധി പൊളിച്ചതോടുകൂടി ഇനിയൊരു സമാധിയല്ല, മഹാസമാധി തന്നെ അച്ഛന് വേണ്ടി ഞങ്ങൾ ഒരുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞിട്ടും മൃതദേഹം ഏറ്റെടുക്കാൻ ഈ കുടുംബം തയ്യാറാകാത്തത്. അതായത് ഈ കുടുംബത്തിലേക്ക്, ഈ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുവരാത്തതിൻ്റെ കാരണം അതാണ്. മഹാസമാധി നടത്തുന്നതിന് വേണ്ടിയാണ്, അതിന് പ്രത്യേക പൂജകളുണ്ട് എന്നിവർ പറയുന്നു. ആ പൂജകളെല്ലാം നടത്തിയതിന് ശേഷം അച്ഛനെ മഹാസമാധി ഇരുത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോഴും പറയുന്നത്, നിങ്ങൾ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ഇവർ വീണ്ടും ഉയർത്തുകയാണ്. ഈ പൊതുസമൂഹം ഞങ്ങളോട് മാപ്പ് പറയണം, പ്രത്യേകിച്ച് അച്ഛൻ്റെ സമാധി കളങ്കപ്പെടുത്തി എന്നുള്ള ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിക്കുകയായിരുന്നു.